ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇവിടെ പാലായിൽ വെച്ച് നമ്മൾ കൂടുകയാണ്. പാലാരൂപതയുടെ പാസ്റ്ററൽ സെൻറ്ററും സെയിൻറ്റ് തോമസ് കോളേജും ഒന്നിച്ച് ചേർന്നുള്ള ഈ പ്രവർത്തന പരിപാടിയിൽ രണ്ടിൻ്റെയും ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ നടത്തുന്നത്. 1950 ജൂലൈ 25 ആരംഭിച്ച പാലാരൂപത നമ്മുടെ സഭയിലെ 5ാമത്തെ രൂപതയാണ്. രൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ്. 3,20,000 കത്തോലിക്കരും 72,000 കുടുംബങ്ങളും 492 വൈദികരും 171 ഇടവകളും 2,500 സമർപ്പിതരുമുള്ള രൂപതയാണ് പാലായ. കർഷകരും മീനച്ചിലാറുമാണ് പാലായുടെ ഐഡൻറ്റിറ്റി. ഇവിടെ നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ അൽഫോൻസാമ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, കദലിക്കാട്ടിൽ ധന്യനായ മത്തായിച്ചൻ, ദൈവദാസൻ ബ്രൂണോ അച്ഛന്, ദൈവദാസി കൊളയത്താമ്മ എന്നിവരുടെ എല്ലാം ജന്മസ്ഥലവുമാണ്. ഒപ്പം പാറയമാക്കൽ തോമാക്കത്തനാരെ പോലെയും നിധീരിക്കൽ കാണിച്ചനെ പോലെയുമുള്ള വലിയ പണ്ഡിതന്മാരുടെ സ്ഥലവും. ഈ രൂപതയുടെ പ്രധാന ശില്പികളായിരുന്നു ഭാഗ്യസ്മരണാർഹനായ വയലിൽ സെബാസ്റ്റ്യൻ പിതാവും ഇപ്പോഴും നമ്മുടെ കൂടെ സ്റ്റേജിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവും. ഞങ്ങൾ 4 ജർണാളച്ചന്മാരോടൊത്ത് ഈ രൂപതയുടെ അജപാലന ശുശ്രൂഷ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സഭയായിട്ട് ഒന്നിക്കുകയാണ്. മേജർ അസംബ്ലി സഭയുടെ വലിയൊരു കൂടിവരവാണ്. ഇറ്റ് ഈസ് ആൻ എക്ലീസിയൽ ഇവൻറ്റ്, ആൻ ഇവൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞു, എവരി കൗൺസിൽ ഓർ അസംബ്ലി ഈസ് ബോൺ ഫ്രം ദ ചർച്ച് ആൻഡ് റിട്ടേൺസ് ടു ദ ചർച്ച്. ഇറ്റ് കംസ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ ചർച്ച്, എക്സ് കോർദെ എക്ലീസിയെ. സഭയുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് കൗൺസിലുകളും അസംബ്ലികളുമെല്ലാം. മേജർ അസംബ്ലി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വൈഡറായിട്ടുള്ളൊരു കൺസൾട്ടേഷനാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള സുറോ മലബാർ സഭയിലെ അംഗങ്ങളുടെ ശബ്ദം കേൾക്കുവാനുള്ള വലിയൊരു അവസരമായിട്ടാണ് ഇതിനെ നാം എല്ലാവരും കാണുന്നത്. അസംബ്ലിയിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ ജ്വലിപ്പിക്കണം. ഒറിജൻ്റെ പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ, അച്ചേന്തിത് ആർദർ പ്രോക്സിമോസ്, അടുത്തിരിക്കുന്നവനെ ജ്വലിപ്പിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീർത്തി കേട്ട മറ്റൊരു വാക്യമാണ് ഇപ്സ നോവിത്താസ് ഇന്നോവാൻത എസ്റ്റ്. നമ്മൾ എന്ത് നവീകരിച്ചുവോ അതിനെ തന്നെ നമ്മൾ വീണ്ടും നവീകരിക്കണം. അതുകൊണ്ടാണ് 5 വർഷങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഈ മേജർ അസംബ്ലി കൂടുന്നത്. നമ്മൾ എന്താണോ പുത്തനായിട്ട് കണ്ടെത്തി നവീകരിച്ചത് അതിനെ വീണ്ടും നമ്മൾ നവീകരിക്കുകയാണ്. എക്ലീസിയ സെംബർ റെഫോർമാന്ത അല്ലെങ്കിൽ പുരിഫിക്കാന്ത എന്നുള്ള അർത്ഥവാക്യവും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അസംബ്ലി അല്ലെങ്കിൽ കൗൺസിൽ എന്നൊക്കെ പറയുന്നത് ട്രിനിറ്റേറിയൻ ഡൈനാമിക്സ് ആണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ ഈ വിലയിരുത്തലുടെ അർത്ഥം ഉപ്പായിരിക്കേണ്ട സഭ ഷുഗറായിട്ട് തരം താടുന്നുണ്ടോ? സുവിശേഷത്തിൻ്റെ വീര്യമാകുന്ന വീഞ്ഞ് വിനാഗിരിയായിട്ട് തരം താടുന്നുണ്ടോ? പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ ഈശോയുടെ പ്രതിനിധികളായ നമ്മൾ വെറും മെഴുകുതിരിയായിട്ട് മാറുന്നുണ്ടോ? മെഴുകുതിരി പോലും കെട്ട മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധനയാണിത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ലിവിങ് അബോർഡായിട്ട് ഈ കൂട്ടായ്മ മാറണം. നമ്മുടെ സഭയിലെ കർഷകരുടെ പ്രതിസന്ധികൾ, സാധാരണക്കാരുടെ ആവശ്യകത, അതുപോലെ സഭയുടെ ആത്മാവായിട്ട് പ്രവർത്തിക്കുന്ന ദയറാകളുടെ പ്രത്യേകത, മൊണാസ്റ്റിസിസത്തിൻ്റെ ആവശ്യകത, സുറിയാനി ഭാഷയുടെ ആവശ്യകതയെല്ലാം നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകും. നമ്മൾ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ചുറ്റും ഒന്നിച്ചിരിക്കുകയാണ്. സുറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന അഭിമന്യ തട്ടിൽ വലിയ മെത്രാപ്പോലീത്തായുടെ ഒരു ഹിയറിംഗ് സെഷനാണ് ഈ വലിയ കൺസൾട്ടേറ്റീവ് ബോഡി. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് വളരെ ഡിമാൻഡിങ്, കമ്പല്ലിങ്, ചലഞ്ചിങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു സേക്രഡ് ഓഫീസാണ്.
അതിന് സഭൈക്യപരവും അതുപോലെ സാർവത്രിക സഭയോടുള്ള ബന്ധവും ഇതര മതങ്ങളോടുള്ള ബന്ധവും അതിലുണ്ട് എന്ന് നമുക്ക് അറിയാം. തൊട്ടിൽ പിതാവിൻ്റെ സ്വതസിദ്ധമായ സാമർഥ്യവും അറിവും വിശുദ്ധിയുമെല്ലാം ഈ സഭയ്ക്ക് മുൻപോട്ട് പോകാൻ തീർച്ചയായിട്ടും വലിയ കാരണമാകും. നമ്മുടെ ഈ ശ്ലൈഹിക സഭയുടെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര മാനങ്ങളും സഭാപരമായ ഡിസിപ്ലിൻസും ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്റർജിയോടുള്ള നമ്മുടെ ആഭിമുഖ്യവും എല്ലാം കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം കൂടി ആണിത്. അസംബ്ലി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്വരം ദൈവത്തിൻ്റെ പക്കൽ എത്തിക്കാനും ദൈവത്തിൻ്റെ സ്വരം ജനങ്ങളിൽ എത്തിക്കുവാനുമുള്ള ഒരു വലിയ അവസരമാണ്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്വവുമാണിത്. നമ്മളൊരു ശ്ലൈഹിക സഭയാണ്, ഒരു പരിശുദ്ധ സൂനകദോസാണ്, അതിപുരാതനമായ ഒരു ലിറ്റർജി കാത്തുസൂക്ഷിക്കുന്ന സമൂഹമാണ്. അങ്ങനെ ഈ പരിശുദ്ധ സൂനകദോസ് അല്ലെങ്കിൽ അസംബ്ലി ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആധികാരികതയെല്ലാം കണ്ടെത്താൻ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. തട്ടിൽ പിതാവ് വേദശാസ്ത്ര പണ്ഡിതന്, കാനൻ നിയമ പണ്ഡിതന്, തൃശ്ശൂരിൻ്റെ സഹായമെത്രാനായിരുന്നു, ഷംഷാബാദിൻ്റെ മെത്രാനായിരുന്നു. ഇന്ത്യ മുഴുവനും നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളയാളാണ്. ഇന്ത്യയെ ഇത്രമാത്രം അറിയാവുന്ന മറ്റാരും നമ്മുടെ ഈ സദസ്സിൽ ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. പിതാവിൻ്റെ ഇടപെടലുകളും അറിവും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ബൈ അട്രാക്ഷൻ എല്ലാം ഈ സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകും എന്ന് ഞാൻ കരുതുന്നു. സ്നേഹബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് തൊട്ടിൽ പിതാവിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹാദരവോടെ സ്വാഗതം അരുളുന്നു. നമ്മളുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ജോർജ് അലഞ്ചേരി എമരിറ്റൂസ് ആർച്ച് ബിഷപ്പ് നമ്മുടെ കൂടെയുണ്ട്. അലഞ്ചേരി പിതാവാണ് ഈ മേജർ അസംബ്ലിയുടെ തീയതിയും വിഷയവും സ്ഥലവും എല്ലാം നിശ്ചയിച്ചത്. നമ്മുടെ സഭയിലെ പ്രഗത്ഭനായ കരുത്തനായ പണ്ഡിതനായ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കർദിനാളിനടുത്ത ശുശ്രൂഷയും അതുപോലെ തന്നെയാണ്. ഈ സഭയുടെ ലിറ്റർജിക്കൽ ആൻഡ് തിയോളജിക്കൽ കൺസോളിഡേഷന് വേണ്ടി തീവ്രമായി അധ്വാനിക്കുകയും അതിൽ വലിയൊരളവ് വരെ സൽഫലങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. തളരാത്ത മനസ്സിൻ്റെ ഉടമ, ഏതു കാര്യത്തിൻ്റെയും വിശകലനവും അപഗ്രഥനവും പിതാവിൻ്റെ സഹജ സ്വഭാവമാണ്. നമ്മുടെ സഭയിലെ AKCCയെയും സഭയുടെ മുഖപത്രത്തെയും അതുപോലെ വൈദിക വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എല്ലാം പിതാവ് കൈപിടിച്ച് ഉയർത്തി വളരെയേറെ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവെ ഹൃദയത്തിൽ നിന്നുള്ള സ്വാഗതം ആശംസിക്കുന്നു. Now we have our honorable guest, Apostolic Nuncio to India, Archbishop Leopoldo Girelli, with us to inaugurate the 5th Major Archiepiscopal Assembly of our Church. His Grace hails from Bergamo, Milan, from Italy. Bergamo is already a well-known place due to Pope John XXIII, whose birthplace is Sotto il Monde in the province of Bergamo. Archbishop Girelli also a PhD in theology and a licentiate in canon law. He had been already nuncio to more than 10 countries. That is, I think, in an exceptional way. India had already a direct ecclesiastical connection with Bergamo. Antonio Cardinal Aliardi was apostolic delegate to East India in 1884. Apostolic Nuncio is the Pope's own hand outstretched, la lunga mano del Papa. His Grace's presence is symbolic of the approbation of the Apostolic See and its joy in accompanying and strengthening the Sur Malabar Church to the greater heights and deeper dimensions of fraternal communion. The most interesting thing is his mother lives in 105th year. In the name of
our Major Archbishop, Mar Joseph Tattil, and the former Major Archbishop, George Alancheri, and all the delegates who are participating in this assembly, I extend a most cordial welcome. Honorable Minister ജോർജ് കുര്യൻ സാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ രൂപതക്കാരനാണ്, നമ്മുടെ വലിയ സ്നേഹിതനാണ്, നല്ല അഡ്വക്കേറ്റാണ്, ഇപ്പോൾ മിനിസ്റ്ററാണ്, നല്ല ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രീയക്കാരനുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് ഇൻ ദിസ് തേർഡ് Modi ministry. A very efficient leader who keeps grassroots level of contacts with people. His presence recently at Wayanad and also his selection to be the only minister to travel with the President of India outside India was greatly appreciated by all. ഏറ്റവും സ്നേഹനിധിയായ ജോർജ് കുര്യൻ സാറെ സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മളുടെ ഈ മേജർ അസംബ്ലിയിൽ നമ്മളുടെ മലങ്കര മെട്രോപൊളിറ്റൻ ജാക്കോബൈറ്റ് സിറിയക് ഓർത്തഡോക്സ് സഭയിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എത്തിക്കഴിഞ്ഞു. നമുക്ക് വലിയ സന്തോഷമാണ്. അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്നയാളാണ്. നമ്മുടെ അധികം ദൂരമല്ലാത്ത സ്ഥലത്താണ്. സാമ്പിക്കൽ പള്ളത്തിട്ട ഫാമിലിക്കാരൻ, മുളന്തുരുത്തി വീട്, അയർലൻഡിലും USA ഉന്നത വിദ്യാഭ്യാസം നേടി, ഇൻ്റലക്ച്വൽ ജീനിയസാണ്, നല്ലൊരു ലിസണറാണ്, എല്ലാവരുടെയും നല്ല റീഡറും ലീഡറുമാണ്. ഈ മലങ്കര ജാക്കോബൈറ്റ് ട്രഡീഷൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ലിറ്റർജിയും ഭാഷയും ഏറ്റവും ആദരവോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് ഹൃദയപൂർവമായ സ്വാഗതം. ഞാൻ ഇനി കൂടുതൽ സമയം എടുക്കുന്നില്ല, എനിക്ക് തന്നിട്ടുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ സദസ്സിൽ പലാരൂപതയുടെ വലിയ പിതാവുണ്ട്, പള്ളിക്കാപ്പറമ്പിൽ പിതാവ് നിങ്ങളെല്ലാവരെയും കാണാൻ നല്ല ആരോഗ്യമില്ലെങ്കിലും ഇഷ്ടത്തിൽ ഞാൻ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. പിതാവ് നമ്മുടെ രൂപതയെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് എത്തിച്ചതിൻ്റെ ഏറ്റവും നിർണായകമായ ഉത്തരവാദിത്വം പിതാവിന് തന്നെയാണ്. സ്നേഹനിധിയായ പിതാവിന് ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ പോളിപ്പിതാവ് ആണ് ഇന്നത്തെ നമ്മളുടെ ഈ കൂടിവരവിൻ്റെയും ഇവിടെ നടക്കുന്ന ചർച്ചകളുടെയും എല്ലാം അതിൻ്റെ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അടയന്ത്രത്തെ പിതാവ്, രാജേന്ദ്രൻ പിതാവ്, പ്രിൻസ് പിതാവ്, തറയിൽ പിതാവ് എന്നിവരും കൂടെ കമ്മിറ്റിയിൽ നന്നായിട്ട് പരിശ്രമിച്ച് ജോലി ചെയ്തു. ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഡോക്ടർ ജോജി കല്ലിങ്കൽ. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ചാൻസലർ കാബിൽപുരയുടെ അധ്യക്ഷന് സ്ഥലത്തുണ്ട്. അങ്ങനെ വലിയൊരു ടീം അവർ സഭയെക്കുറിച്ച്, സഭയുടെ നവീകരണത്തെക്കുറിച്ച്, അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ച്, സമുദായത്തിൻ്റെ ശക്തീകരണത്തെക്കുറിച്ച് എല്ലാം പഠിപ്പിച്ച് ഒരുങ്ങി എഴുതി നമ്മളെ തയ്യാറാക്കി. പോളിപ്പിതാവിനോട് ബന്ധപ്പെട്ടുള്ള വലിയ ടീമിനും സ്നേഹോഷ്മളമായ സ്വാഗതം. 50 മെത്രാന്മാരാണ് നമ്മുടെ സഭയിലേത് പങ്കെടുക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സുനകോസ് കൂടിയപ്പോൾ 21 ജോൺ മാർപ്പാപ്പ പറഞ്ഞു, മെത്രാന്മാരെ നോക്കിക്കൊണ്ട് പത്രോസിൻ്റെ കുടിമാടത്തിൻ്റെ മുമ്പിൽ കത്തി ജ്വലിക്കുന്ന വിളക്കുകളാണ് നിങ്ങളെല്ലാവരുമെന്ന്. അതാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. 348 മെമ്പേഴ്സ് ഔദ്യോഗികമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 100ഓളം ആളുകൾ ഇതിൻ്റെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നു. പലാരൂപതയുടെ പ്രോട്ടോസിൻ ജലൂസച്ചന് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലാണ് ഇവിടെയുള്ള ഈ കാര്യങ്ങളുടെ എല്ലാം കോർഡിനേറ്ററായിട്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മറ്റ് 3 എല്ലാർച്ചന്മാർ, രൂപതയുടെ ചാൻസലർ, സെക്രട്ടറിമാർ, അങ്ങനെ വലിയൊരു ടീം, സിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സ്റ്റേജിലുള്ള അഡ്വക്കേറ്റ് സാംസണ്ണി,
ബീന ജോഷി, റവറൻ സിസ്റ്റർ ലിറ്റി FCC മദർ ജനറൽ, അതുപോലെ ദാനിയേൽ നാഗ് കാറ്റഗിസ്റ്റ് പാർക്ക് ഓഫ് ജഗദൽപൂർ, ഇവരെയെല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. നമുക്ക് സമയം ബന്ധിതമായൊരു പരിപാടിയാണ്. പൗലോസ് തിമോത്തിക്ക് 1 തിമോത്തി 6:20, അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് കാത്തു സൂക്ഷിക്കുക. അതാണ് നമ്മളുടെ ഉത്തരവാദിത്വവും. ലെറ്റ് ദിസ് അസംബ്ലി ബി എ ഫോറം ഫോർ എ ട്രൂ ആൻഡ് ഒതൻറ്റിക് എക്ലീസിയൽ എഡ്യൂക്കേഷൻ ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. അങ്ങനെ നമ്മൾ ആ രീതിയിൽ എടുക്കുമ്പോൾ നമ്മുടെ വളർച്ചയുടെ വലിയൊരു ഘടകമായിട്ട് ഇത് വരും. ഞാൻ ഒറിജിൻ്റെ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വി ടച്ച് ക്രൈസ്റ്റ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ടച്ച് ഹിം വിത്ത് hands. If you believe that he is the Lord, equal to the Father, you have touched him with faith. നമ്മൾ നൈസിയായുടെ 1700 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒറിജിൻ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് 1200 വർഷങ്ങളിൽ നമ്മൾ കണ്ടു മനസ്സിലാക്കിയത്. അതുതന്നെയാണ് നമ്മളുടെ സഭയുടെ അപ്പസ്തോലികമായ ശ്ലൈഹികമായ പാരമ്പര്യത്തിൻ്റെ അടിത്തറയും. ശ്ലീഹ പറഞ്ഞല്ലോ, മൈ ലോഡ് ഈസ് മൈ ഗോഡ്. അത് വലിയൊരു ലീപ്പാണ്. എൻ്റെ നാഥൻ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമാണ്. ആ ഒരു വലിയ പ്രഖ്യാപനമാണ് മാർ വാലാഹ് നമ്മളുടെ ഈ സഭയുടെ അപ്പസ്തോലികമായ ശ്ലൈഹികമായ ആ ഒരു ആരംഭത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധേയമായ ദൈവാനുഭവം കിട്ടിയ ശ്ലീഹായുടെ കൂട്ടത്തിൽ നമ്മളിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനൊരിക്കൽ കൂടി, ഒത്തിരി പേരെ വിട്ടുപോയിട്ടുണ്ട്, ഒരിക്കൽ കൂടി നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ തട്ടിൽ പിതാവിൻ്റെ, സ്നേഹനിധിയായ തട്ടിൽ പിതാവിൻ്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you very much, Your Excellency.